ഡിയർ ഫ്രണ്ട്സ്, ശക്തമായ മഴ കഴിഞ്ഞ് ആഗസ്റ്റ് മാസം മധ്യത്തോടെ, അതായത് ചിങ്ങമാസം പിറക്കുന്നതോടെ ചെടികൾ നട്ടുപിടിപ്പിക്കാനും അതിൻ്റെ വളർച്ചയ്ക്കുമുള്ള അനുകൂല കാലാവസ്ഥയായിരിക്കും. ആ ആഗസ്റ്റ് മാസം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർച്ച് മാസ അവസാനം, അതായത് ഈ വേനലിൽ തന്നെ ഗാർഡൻ മേക്ക് ഓവറിന് തുടക്കം കുറിച്ചത്. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസം തുടക്കത്തിൽ തന്നെ എൻ്റെ മുറ്റം പൂക്കളാലും അലങ്കാര ചെടികളാലും മോടി പിടിപ്പിച്ച് സൗന്ദര്യവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഫ്ലവറിംഗ് പ്ലാന്റ്സും അലങ്കാര ചെടികളും വിത്തുകളും സംഘടിപ്പിക്കുവാൻ നേരെ പോയത് തൊട്ടടുത്തുള്ള നഴ്സറിയിലല്ല, 35 കിലോമീറ്റർ അകലെയുള്ള എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ തന്നെ. ഈ ജാസ്മിൻ്റെയും റോസിൻ്റെയും കമ്പുകളും, പെരിവിങ്കിൾ, വിവിധ തരത്തിലുള്ള പോപ്പിച്ചെടികൾ, കാശിത്തുമ്പ, ഐറിസ്, പെറ്റ്യൂണിയ, തെറ്റി, ചൈന റോസ് എന്നീ ചെടികളുടെ തണ്ടുകളോ 3-4 ഇഞ്ച് നീളത്തിൽ മുറിച്ചിരുന്നത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. ഇൻഡോർ പ്ലാന്റ് കുടുംബത്തിൽ എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന പോത്തോസ്. ഈ പോത്തോസിൻ്റെ ശേഖരത്തിൽ നിന്ന് ഗോൾഡൻ പോത്തോസ്, മാർബിൾ ക്വീൻ പോത്തോസ്, വൈറ്റ് മാർബിൾ പോത്തോസ്, നിയോൺ പോത്തോസ്, കൂടെ ഈ ഫേൺസും വേരോടെ പിഴുതെടുത്തും വെയിലത്ത്, അതായത് ഈ വെയിലത്ത് ചെടികളിലൂടെ ഓടി നടന്ന ചെടികളുടെ ഇനവും പ്രത്യേകതയും വിവരിച്ചുകൊണ്ട് തന്നെ കട്ടിങ്സ് എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ 4 വശവും വാലുപോലെ സ്റ്റെം വരുന്ന ഈ ബാസ്ക്കറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ചെയിൻ പ്ലാന്റ് എന്ന് പറയും. അതിൻ്റെ സ്റ്റണ്ണിങ് വിഷ്വൽസ് തമാശ രൂപത്തിൽ വിവരിക്കുമ്പോൾ ആസ്വാദനം മാത്രമല്ല, സാഹോദര്യ സ്നേഹത്തിൻ്റെ ശക്തിയും കൂടി എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ വീടിനകത്തും പുറത്തും വെക്കാൻ പറ്റുന്ന അഗ്ലോണിമ, ബിഗോണിയ, ഫിലോഡെൻഡ്രോണിയ, പോത്തോസ്, സിങ്കോണിയ, കലാത്തിയ, കോളിയേഴ്സ് എന്നീ അലങ്കാര ചെടികളുടെ ശേഖരത്തിലെ ഓരോ വെറൈറ്റിയും കൂട്ടത്തോടെ ഭംഗിയായി ക്രമീകരിച്ചു വെച്ച ആ ചെടികളിൽ നിന്ന് ഓരോ ചിനപ്പൂവും വേരോടെ പറിച്ചെടുത്ത ചെറുതൈകളും ഇനിയും പോരട്ടെ എന്ന രീതിയിൽ ഞാൻ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അടുത്തത് നിത്യഹരിത പ്രകൃതവും നിറയെ പൂവിടുന്ന സ്വഭാവമുള്ള കുറ്റിച്ചെടികളിലെ കുലകുലകളായി നിൽക്കുന്ന ലാവൻഡർ നിറത്തിലുള്ള പൂക്കളുള്ള അതിർവേലികളാണ് എന്നെ ആകർഷിച്ചത്. തോട്ടത്തിനും വീടിനും ആകർഷണീയത കൊടുക്കുന്നത് ഈ ചെടികൾ തന്നെയാണ്. ഏത് മണ്ണിലും വളർത്താൻ പറ്റുന്നതും ലളിതമായ പരിചരണം ആവശ്യമുള്ള ഈ ചെടിയുടെ ചുവട്ടിൽ കിളിർത്ത് വന്ന 3 ചെടികൾ വേരോടെ പിഴുതു മാറ്റി എനിക്ക് തന്നു. അങ്ങനെ ചെടികളുടെയും പൂക്കളുടെയും ഇടയിൽ ആവശ്യത്തോടെ ഓടി നടക്കുന്നതിനിടയിൽ മാർച്ച് മാസത്തെ 45 ഡിഗ്രി ചൂട് ഒട്ടും അനുഭവപ്പെട്ടതേയില്ല. അങ്ങനെ സന്തോഷത്തോടെ ഉച്ചഭക്ഷണവും കഴിച്ച് കട്ടിങ്സ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങി. കൊണ്ടുവന്ന കട്ടിങ്സ് എല്ലാം അന്ന് വൈകുന്നേരം തന്നെ പോട്ടിംഗ് മിക്സ് നിറച്ച ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമായി നട്ട് നനച്ചു കൊടുത്ത് ആവശ്യത്തിന് സൂര്യപ്രകാശവും കിട്ടത്തക്ക രീതിയിൽ വളർത്തിയെടുത്ത ചെടികളാണ് ഇന്ന് മുറ്റത്ത് തുമ്പിനോട് ചേർത്ത് വരിവരിയായി വെച്ചിരിക്കുന്നത്. ജൂൺ മാസം ആകുമ്പോഴേക്ക് തന്നെ ഒരു ചെടി പോലും നശിക്കാതെ എല്ലാ ചെടികളും നല്ല രീതിയിൽ വേര് പിടിച്ച് വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന നിറങ്ങളോടുകൂടിയ ഈ കോളിയാസിൻ്റെ വിവിധ ഇനങ്ങളിൽ ചിലതാണ് ഇവിടെയുള്ളത്. റസ്റ്റിംഗ് ഓറഞ്ച്, വിസാർഡ് റോസ്, റെയിൻബോ മിക്സ്, ചോക്ലേറ്റ് ഡ്രോപ്സ്. അങ്ങനെ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ഓരോന്നും റീപോർട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നിലവിലുള്ള ഗാർഡന് ഒരു മാറ്റുകൂട്ടത്തക്ക രീതിയിൽ വെക്കണം. നിത്യഹരിത പ്രകൃതവും ലളിതമായ പരിചരണവും ആവശ്യമുള്ള ലാവൻഡർ നിറത്തിൽ കുലകുലകളായി പൂക്കൾ തരുന്ന ഈ ചെടികളെയും തിരുവോണത്തെ വരവേൽക്കാൻ ആഗസ്റ്റ് മാസം മധ്യത്തോടെ ഗേറ്റിന് ഇരുവശവുമായി റീപ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബാസ്ക്കറ്റ് ഓർ ചെയിൻ പ്ലാന്റ് ഒന്ന് കാണാം. അതായത് 4 വശവും വാലുപോലുള്ള സ്റ്റെമ്മും നല്ല ചുറുചുറുക്കോടെ വളർന്നു വന്നിട്ടുണ്ട്. ഈ സ്റ്റെമ്മിലും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും. ആഗസ്റ്റ് അവസാനം എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വെരി മച്ച്.